വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയാണ് കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പണി കഴിച്ചാൽ കാശ് മേടിക്കാൻ മാത്രമേ ഉള്ളൂ, അത് ആൾക്കാർക്ക് ഉപകാരപ്പെടൂ എന്നുള്ളത് അത് അവിടെ ഇതില്ല. ഉടായ്പ ഇവർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഉടായ്പ കമ്പനികൾക്ക് ഒരേ ടെൻഡർ കൊടുക്കുക. ഫണ്ട് നോക്കുമ്പോൾ നമ്മൾ വലിയ ഫണ്ട് ചിലവാക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് വലിയൊരു തുക കമ്മീഷനായിട്ടാണ് പോണത്. ഇത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹം. അത് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം അണ്ടർസ്റ്റാൻഡിങ് അവരായിട്ട് അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ചർച്ചയുണ്ട്. അത് പുതിയ ആൾക്കാർക്കൊക്കെ അത് ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കേണ്ട അവർ. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, ആദ്യം രാജമ്പല്ലായിരിക്കുമ്പോഴും അടുത്ത പക്ഷം അന്ന് ഇവർ നല്ല സ്ട്രോങ് ആയിരുന്നു, മൃഗീയ ഭൂരിപക്ഷം അല്ലായിരുന്നേ. എന്നാലും ആ ഒരു പ്രതിപക്ഷ ബഹുമാനം രാജമ്പല്ല അവർക്ക് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ആ സമയത്ത്. അത് കാരണം ആ ഒരു ടൈപ്പ് ഇപ്പോഴും നന്നായി നീങ്ങുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ചർച്ച എന്ന് പറയുന്നത് ഈ വലിയ ബുക്കായിട്ട് ഇതുവരെ നമ്മൾ ഇത്രയും വലിയൊരു ഓഡിറ്റ് റിപ്പോർട്ട് കോർപ്പറേഷനെ കണ്ടിട്ടില്ല. അത്രയും വലിയൊരു ബുക്കായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഏകദേശം 600ഓളം പേജുള്ള ഒരിത്. അപ്പോൾ ഭരണപക്ഷം അതിനോട് സംസാരിക്കുന്നത് അത് അത്രയും പ്രവൃത്തികൾ ചെയ്തതിൻ്റെ പേരിലാണ് ഇത് വന്നതെന്നുള്ളത്. പ്രവൃത്തികളുടെ എല്ലാ സത്യത്തിൽ ഇത് 3-4 വർഷം മുമ്പ് പരാമർശം ഓഡിറ്റ് വിഭാഗം കൊടുത്താൽ അത് അതേപോലെ തന്നെ നിലനിൽക്കുക. എപ്പോഴും തിരുത്താൻ തയ്യാറാവണില്ല. വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയാണ് കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് ഫണ്ട്, കേന്ദ്ര ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമൃത് ഫണ്ട്, ശുചിത്വ മിഷൻ, അതിനൊക്കെ പല രീതിയിലുള്ളത്. പക്ഷെ അതൊന്നും ശാശ്വതമായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലല്ല അതിൻ്റെ ആ പദ്ധതികൾ നിർവഹണം നടത്തുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ മോദിജി പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ടേക്ക് ആൻഡ് ബ്രേക്ക്. ലോങ് യാത്രക്കാർക്ക് വിശ്രമിക്കാനും അവർക്ക് മറ്റ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള നല്ല രീതിയിലാണ് നമ്മൾ പുറത്തൊക്കെ കാണുന്ന രീതിയിൽ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ അത്രയും ഒരു ബിൽഡിങ്ങിന് ഏകദേശം 70 ലക്ഷത്തോളമൊക്കെയാണ് ചിലവാക്കിയിട്ടുള്ളത്. അത്രയും ഹൈജീനിക് ആയിട്ടുള്ളത്. വെൻഡിങ് മെഷീൻ, മറ്റേ മുലയോട്ടണ റൂം, അങ്ങനെ എല്ലാ സംവിധാനമുള്ളത്. അത് ആ യാത്രക്കാർക്ക് ഉപകാരപ്രദമാണ് ഒരു ഇതിൽ വയ്ക്കണ്ടേ. ഇത് ഒരാളും തിരിഞ്ഞു നോക്കാത്ത കൊക്കാല റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള ആ എന്താ പറയുക, ഇരണ്ട കാക്കകളാകെ തൂറിയിട്ട് നിറയ്ക്കണ അതിൻ്റെ ഒരുത്ത കൊണ്ട് വെച്ചു. ഇവർക്ക് ആ പണി കഴിച്ചാൽ കാശ് മേടിക്കാൻ മാത്രമേ ഉള്ളൂ, അത് ആൾക്കാർക്ക് ഉപകാരപ്പെടൂ എന്നുള്ളത് അത് അവിടെ ഇതില്ല. ആ സ്ഥലം ഇപ്പോൾ 1.5 വർഷത്തോളം അതിൻ്റെ പണി കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പൂട്ടി കിടന്നു. അത് നിരന്തരം ഞാൻ ആവശ്യപ്പെടും, അത് ആരെങ്കിലും ഏജൻസികൾക്കോ അല്ലെങ്കിൽ ടെൻഡർ വെച്ച് കൊടുക്കുക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ തുറന്നിട്ടു. അത് തുറന്നിട്ടത് എന്താണ്ടായ അത് നോക്കാറില്ല. അവിടുത്തെ ഹെൽത്തിലത്തെ ഏതെങ്കിലും ഒരു സർവൻ്റ് ഇടയ്ക്ക് പോയി നോക്കി പോരും. ആൾക്കാർ തോന്നിയ പോലെ ഉപയോഗിച്ചു. അതിൻ്റെ ഡോറ് തല്ലി പൊളിച്ചു, ടാപ്പുകൾ ഇളക്കി കളഞ്ഞു, ഈ വെൻഡിങ് മെഷീൻ കുത്തി പൊളിച്ച് കേടാക്കി. ഇത്രയധികം കാശുലായിട്ടുള്ളൊരു സ്ഥാപനപ്പെടുന്നു. അപ്പോൾ ആ മുകളിൽ നിന്ന് വരുന്ന കാഴ്ചപ്പാടും ഇവിടെ അതിൻ്റെ ഉപയോഗം തമ്മിലുള്ള അന്തരം ഒന്ന് ചിന്തിച്ചാൽ മതി. അതൊന്ന്. അതുപോലെ നമുക്കറിയാം, കുട്ടികളുടെ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, ഏകദേശം ഒരു 3 കോടിയോളം രൂപയാണ് അവിടെ ചിലവാക്കിയിട്ടുള്ളത് കഴിഞ്ഞൊരു 4 വർഷത്തിനുള്ളിൽ. അതിൽ 50 ലക്ഷം ചിലവാക്കിയത് മറ്റേ മ്യൂസിക് ഫൗണ്ടന് വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ആന്ധ്രയിലൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു കുട്ടികൾക്ക് ഭയങ്കര കണ്ണിന് ഒരു കൗതുകമുള്ളൊരു ഇതാണ്, കളിയാണ്. ആ സാധനം ഒരു ദിവസം പോലും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നല്ലാണ്ട് ഒരു ദിവസം പോലും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ആ മ്യൂസിക് ഫൗണ്ടൻ ആസ്വദിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്നവരെ. അപ്പോൾ ഒരേ എന്താ പറയുക, ഉടായ്പ കമ്പനികൾക്ക്, സ്റ്റാൻഡേർഡ് കമ്പനികളല്ല, ഉടായ്പ ഇവർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഉടായ്പ കമ്പനികൾക്ക് ഒരേ ടെൻഡർ കൊടുക്കുക, അവരായിട്ടുള്ള ധാരണയിൽ അവരെ ഫണ്ട് പാസ്സാക്കി കൊടുക്കുക. ഇത് പിന്നെ വർക്ക് ചെയ്യണില്ല എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ 50 ലക്ഷം ഒരാൾക്ക് ഉപകാരമില്ല, ഒരു കുട്ടികൾക്ക് പോലും അതിനെ ആസ്വദിക്കാൻ പറ്റാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ ആ സമയത്ത് തന്നെ പർച്ചേസ് ചെയ്താൽ അത് ഇത്രയും നമ്മൾ ഫണ്ട് ചിലവാക്കുമ്പോൾ അത് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇത് മേടിക്കണ്ടേ. ഇതൊക്കെ ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി ആ കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു ഉപകരണം ഇല്ല, അതിൻ്റെ ഉള്ളിൽ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് കേടായി. അപ്പോൾ എന്താ പറയുക, ഫണ്ട് നോക്കുമ്പോൾ നമ്മൾ വലിയ ഫണ്ട് ചിലവാക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് വലിയൊരു തുക കമ്മീഷനായിട്ടാണ് പോണത്. അത് ഏത് വഴിക്കാന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ കിട്ടും.
അപ്പോൾ അതുപോലെ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും ഇപ്പോൾ സാധാരണക്കാരന് ആവശ്യമുള്ള കമ്മ്യൂണിറ്റി ഹാളുകളുണ്ട്. നമ്മുടെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള എല്ലാ സോണിലും ഉണ്ട്. 6 കമ്മ്യൂണിറ്റി ഹാൾ ഒരേ സമയത്ത് പൊളിച്ചിട്ടു 4-5 വർഷം മുമ്പ്. അന്ന് ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണം അങ്ങനെയല്ല, എന്തോ ആരോടൊക്കെ എന്തോ വാശി തീർക്കണ പോലെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ 6-7 വർഷം കഴിഞ്ഞിട്ടും ഈ കമ്മ്യൂണിറ്റി ഹാളിലൊന്നും പണി പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ അത് എന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഓഡിറ്റ് പരാമർശങ്ങൾ ഒന്നാം ഘട്ടം 2ാം ഘട്ടം പ്രവൃത്തി കഴിയുമ്പോൾ അതിൽ വന്നിട്ടുള്ള അപാകതകൾ കാരണം അടുത്തൊരു ഫണ്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നില്ല. അത് തീർക്കണ്ടേ, പരിഹരിക്കണ്ട അതിലത്തെ പ്രശ്നങ്ങൾ. അത് വെച്ചാൽ പരിഹരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് മുഴുവനും ഇത്തരം കമ്മ്യൂണിറ്റി ഹാളിൽ കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കുന്നു. ഇതേപോലെ അവിടെ ടാഗോർ ഹാളുണ്ട്, അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ഹാളായിരുന്നു. അത് ഫുള്ള് AC ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അത് മൊത്തം പൊളിച്ചു കളഞ്ഞു. അത് തുടക്കം മുതലേ തന്നെ ഭയങ്കര വിവാദം. അത് കാരണം 400-500 ലോഡ് മണ്ണ് മാത്രം അവിടെ നിന്ന് കയറ്റി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒന്നൊരു കണക്ക് കോർപ്പറേഷനിലില്ല. 500-500 ലോഡ് മണ്ണ് കയറ്റി കൊണ്ടുപോയിട്ട് അവിടുത്തെ പ്രവർത്തിക്ക് വലിയ AC ഹോളാക്കാൻ വേണ്ടിയിട്ട്. അതിൽ വന്നിട്ടുള്ളത് അത് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, മറ്റേ ബാംഗ്ലൂരുള്ള ഒരു കമ്പനിക്കാണ് അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാനും ലൈറ്റിങ്ങിനെ കൂടി കൊടുത്തിട്ടുള്ളത്. 30,75,00,000 അവർക്ക് പാസ്സാക്കി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഓഡിറ്റിങ്ങിൽ പറഞ്ഞ് അവർക്ക് 20 കോടിയെ കൊടുക്കണ്ട അവരെ കണക്ക് പ്രകാരം. കാരണം വേറെ സബ് നടന്നിട്ടുള്ള വർക്കുകൾക്ക് വേറെ പൈസ കൊടുത്തിട്ടുണ്ട്. ആ കാശും കൂടിയും ഇവർക്ക് കൂട്ടിയിട്ട് വേറെ കൊടുത്തേക്കുക. അങ്ങനെ വ്യാപകമായിട്ടുള്ള അഴിമതി തൃശ്ശൂർ കോർപ്പറേഷനാന്ന് വെച്ച് വ്യാപകമായിട്ടുള്ള അഴിമതിയാണ് നടക്കുക. ഇവരത് വലിയ പ്രവൃത്തികളാണ്, വികസനം എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളെ മുമ്പിൽ ആളാവാൻ നോക്കുന്നത്. ഇപ്പോൾ വേറൊരു ചെറിയ ഉദാഹരണം, നമ്മുടെ കുറുക്കഞ്ചേരി മുതൽ കുറുപ്പൻ റോഡ് വരെ റോഡ് പണിയുണ്ട്, കോൺക്രീറ്റ് റോഡ്. ഞാൻ 2 വർഷമായിട്ട് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അത് മെക്കടണ്ട ഇറങ്ങിയ വേണ്ടോ, നമ്മുടെ റോഡുകളുടെ ആ സ്ഥലങ്ങളുടെയും ആ ഘടനയൊക്കെ നമുക്കറിയാലോ. കാലങ്ങളായിട്ട് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് 2 സൈഡിലും. അത് ആ പഴയ ടാറ് മറ്റേ മെക്കടൻ ടാറ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് 2 ചെയ്തിട്ട് 15 വർഷത്തിൽ ഒരു കുഴപ്പമുണ്ടായില്ല. അതേപോലെ ആർക്കും ഒരു ഉപദ്രവമില്ല. 1,18,00,000 രൂപയ്ക്ക് 2020 മെക്കടൻ ടാറ് ചെയ്യാൻ വേണ്ടി ടെൻഡർ കഴിഞ്ഞ എഗ്രിമെൻ്റ് വെച്ച വർക്കായിരുന്നു. അത് യാതൊരു കാരണമില്ലാണ്ടത് ക്യാൻസലാക്കി കളഞ്ഞവർ. ആ വർക്ക് ഇപ്പം ചെയ്യുന്നത് 10 കോടി രൂപയ്ക്കാണ്. വെറും 1,18,00,000 രൂപയ്ക്ക് ടെൻഡർ എഗ്രിമെൻ്റ് വെച്ച വർക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ആ വർക്ക് ചെയ്യുന്നത് 10 കോടി രൂപയ്ക്ക്. അതും ജനങ്ങൾക്ക് മുഴുവൻ ഉപദ്രവമായ രീതിയിൽ. ഇനിയിപ്പോൾ ആ വർക്ക് കഴിഞ്ഞാൽ സൈഡിലേക്ക് ഒന്ന് ആൾക്കാർക്ക് ഇറങ്ങാനോ വഴിയിലേക്ക് ഇറങ്ങാനോ ഒക്കെ ഇപ്പോൾ നിലവിലുള്ള റോഡിൻ്റെ ഒരു 1.5-2 അടിയോളം ഉയർന്നിട്ടാണ് പുതിയ റോഡ് നിൽക്കുന്നത്. നമ്മുടെ ഈ പ്രദേശം അനുസരിച്ച് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പോയിട്ടല്ല, പുറമേ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ പറയുക, ഒരു 25 വർഷം മുമ്പ് പോയ ആൾക്കാരും ഇപ്പോൾ പോകുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ റോഡിൻ്റെ ലെവൽ ഒരേ ലെവലാണ്. കാരണം അവർ പുതിയ റോഡ് പണിയുമ്പോൾ ആ പഴയ റോഡ് മാന്തി എടുത്തിട്ട് ഒരു ദിവസം 2 കിലോമീറ്റർ വെച്ചിട്ട് ആ പഴയ ലെവൽ തന്നെ ചെയ്തു പോകണം. അപ്പോൾ ആരും ഒന്നും ഒരു അപകടം മതിക്കുന്നില്ല. ഇത് ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഒരു എന്താ പറയുക പഠനവും ഇല്ലാണ്ട്, ഒരു ശാസ്ത്രീയ പഠനവും ഇല്ലാണ്ട് വെറുതെ ഫണ്ട് ചിലവാക്കാന്ന് മാത്രം. അതായത് ഈ 1,18,00,000 ചിലവാക്കുന്നത് 10 കോടി. ആ 10 കോടി തന്നെ ഇപ്പോൾ റോഡിനെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനനുബന്ധ വർക്കുകൾ വരാണ്ട് ഈ 2 സൈഡിലുള്ള കാനകൾ പൊന്തിക്കണം. ഇനി കാരണം കാനകൾ ഇപ്പോൾ 1.5-2 അടി താന്നിട്ട് എടുക്കണേ, അത് പൊന്തിക്കണം, അതിൻ്റെ സൈഡ് ഫില്ല് ചെയ്യണം, അതിൻ്റെ സൈഡ് ടൈലിടാൻ പറ്റും, അതിൻ്റെയൊക്കെ വർക്കിന് വേറെ വരും. അപ്പോൾ ഈ 10 കോടി എന്നുള്ളത് 11-12 കോടിയിലേക്ക് വരാം. അതങ്ങനെ. അതിൽ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാലോ, ഇത്രയും കോടികൾ ചിലവാക്കുന്നുണ്ട്, ഒരടി റോഡൊന്ന് വലുതാക്കാൻ ഉള്ള ശ്രമം നടത്തിയില്ല. ആ പഴയ റോഡ് അതേപോലെ ചെയ്യാം. നമുക്ക് ഓരോ വർഷം വരുന്ന വണ്ടികളുടെ എണ്ണം അറിയാം. ഇത് ഒരു 25-30 വർഷം മുമ്പ് വന്നിട്ടുള്ള റോഡ് അതേപോലെയാണ് ഇത്രയധികം കോടികൾ ചിലവായിട്ട് നന്നായി ഇപ്പോൾ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള വേറൊരു അപകടം, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈനുകൾ, BSNL കേബിളുകൾ, ഇതൊക്കെ ഈ റോഡിൻ്റെ അടിയിലൊക്കെ എടുക്കണേ. ഇതൊന്നും മാറ്റി സ്ഥാപിക്കാനോ ഒന്നും പ്രവർത്തിച്ച് ചെയ്യാണ്ട് വെറുതെ ഇവരിപ്പോൾ ഇനി ഒരു 5-8 മാസം കൂടി ഉള്ളു. അതിന് മുമ്പ് ഈ മാക്സിമം വർക്കുകളൊക്കെ നടത്താൻ ആ ഫണ്ട് സെറ്റിൽ ചെയ്യുക, ഇറങ്ങി പോവുക, അത്രയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോലും പുതിയ ഓടകൾ ഇടുക, കോൺക്രീറ്റ് ചെയ്യുക, ജനങ്ങൾക്ക് നാളെ ബുദ്ധിമുട്ട് വരാവുന്ന പല പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ശാസ്ത്രീയമായിട്ടൊരു ഇതിലല്ല നടക്കുന്നത്. അപ്പോൾ എത്രയും തിരക്ക് പിടിച്ച് ഫണ്ടുകൾ ചിലവാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഉദ്ദേശം. ഇതുവരെ നടന്നിട്ടുള്ള പ്രവൃത്തികൾ അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ വന്നിട്ട് കാര്യം സൂചിപ്പിച്ചു, പല പദ്ധതികളും. ഇപ്പോൾ നമുക്കറിയാം മാലിന്യ പ്ലാന്റ്, ഇവിടെ സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ പരസ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ തൃശ്ശൂരിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കാൻ വെച്ചാൽ വളരെ ദയനീയമാണ്.
ഈ ഹരിതകർമ്മസേന എടുക്കുന്ന പ്ലാസ്റ്റിക് കുറച്ച് ഇവിടുന്ന് പോകുന്നതല്ലാണ്ട് ബാക്കി വേസ്റ്റുകൾ മുഴുവനും ഇവിടെ പല സ്ഥലങ്ങളായിട്ട് ഡംപ് ചെയ്തോണ്ടിരിക്കുക ജനം. കാരണം ഫുഡ് വേസ്റ്റ് അത് കമ്പോസ്റ്റ് ആക്കണ ഒരു മെഷീൻ ഇവിടെ ഉണ്ടായിരുന്നു, കുരീച്ചറ. അത് പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ശക്തനിലുണ്ടായിരുന്നു, നിൽക്കാണ്. പുതിയ മെഷീൻ വന്നു എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ ചിലവായിട്ട് ഒരു മെഷീൻ 3 ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ നോക്കിയതാ. ഞാനുള്ള കമ്മിറ്റിയാണ് ഹെൽത്ത്. ഞങ്ങളത് എടുത്തു, ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് ബാക്കിയുള്ള ഇറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുടക്കിയതാണ് അത്. ആ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായി കുരീച്ചറ കിടക്കുന്നു, തരാൻ അതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഭയങ്കര അലംഭാവം. ഈ ഫണ്ട് ചെലവാക്കണ ആ ഒരു കാര്യക്ഷമത ആ പ്രവൃത്തി പൂർത്തീകരിക്കണതിലോ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിലോ ഈ ഭരണസമിതി കാണിക്കുന്നില്ല. അത് വലിയ അഴിമതിയുടെ ഒരു ഭാഗം തന്നെയായിട്ടാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുള്ളൂ. ഇത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹം, അത് ഒരു തർക്കമില്ല. ജനങ്ങളോട് ചെയ്യുന്ന, അടുത്തൊരു തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്. അതിന് ഇവിടുത്തെ എന്താ പറയുക, ജനങ്ങൾ അതിന് വേണ്ട ഇവർക്കെതിരായിട്ടുള്ള നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വഴിക്ക് പോവും. പക്ഷേ പൊതുജന മധ്യത്തിൽ ഇറങ്ങിയിട്ട് ഈ അനീതിക്കെതിരെ, ഇത്തരം ഫണ്ട് ദൂരത്തിനെതിരെ, ജനദ്രോഹ നടപടികൾക്കെതിരെ ജനകീയമായിട്ടുള്ള മുന്നേറ്റം നടത്താനായിട്ട് BJP ഇനിയുള്ള സമയം കൂടുതൽ ശ്രദ്ധ ചെലുത്തും.